അതായത് വെളുപ്പിനെ 4 മണിക്ക് അതിരാവിലെ എഴുന്നേറ്റ് ഉറക്കം തൂങ്ങി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചെയ്യുന്ന എന്നെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രാന്തൊന്നും ഇല്ല കേട്ടോ 4 മണിക്ക് എണീക്കാൻ. ഇന്നൊരു ചടങ്ങുണ്ട്. അതുകൊണ്ട് നേരെ കണ്ണും മുഖവും ഒക്കെ കഴുകി അടുക്കളയിലോട്ട് പോയി കേട്ടോ. അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും അമ്മ അവിടെ എന്നേക്കാൾ മുന്നേ എണീറ്റ് ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് എന്തെങ്കിലും ചടങ്ങുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഉറക്കവും ഇല്ല കേട്ടോ. അത് തീരുന്നത് വരെ എന്താ വാലിൽ തീ പിടിച്ച പോലെ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ. പിന്നെ പുറത്തും എന്തൊക്കെയോ വേകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. എൻ്റെ അടുത്ത് അമ്മ ഇന്നലെ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇടണമെന്ന് പറഞ്ഞാണ്. അത് സമർത്ഥമായി മറന്നു. അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പിന്നെ ഇന്നത്തെ ഒരു ചടങ്ങ്, അതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ. എനിക്കെല്ലാം ഒരു ബിരിയാണി കേട്ടോ. ഇതെല്ലാം നമ്മൾ കുഴച്ചല്ലേ കഴിക്കണം. എനിക്കിതെല്ലാം ഒരു ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നത്തെ ചടങ്ങ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ അനിയത്തി എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യ, അവളുടെ 7-ാം മാസത്തെ ചടങ്ങ് എന്ന് വെച്ചാൽ പ്രഗ്നൻ്റായി 7-ാം മാസം വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങുണ്ടല്ലോ, അതാണ് ഇന്ന്. അപ്പോൾ ഇങ്ങനത്തെ ചടങ്ങിൽ സദ്യ ആണോ പതിവ്? എനിക്കറിയത്തില്ല. സദ്യ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കറികളൊക്കെ വേണ്ടേ. അപ്പോൾ അതുണ്ടാക്കാൻ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഈ ചിക്കൻ ബിരിയാണിയിൽ ഒതുക്കി കേട്ടോ. അതെൻ്റെ അമ്മയ്ക്കറിയാം. അപ്പോൾ അത് അമ്മയാണ് എന്നെ എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ അമ്മയുടെ കയ്യാളായിരുന്നു. പക്ഷേ ഞാൻ അമ്മ പറയുന്ന പോലൊക്കെ ചെയ്തു കേട്ടോ. എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നു. പക്ഷേ എല്ലാവരും ഒന്നും വിളിച്ചില്ല കേട്ടോ. ഒരു കുഞ്ഞു ചടങ്ങ്. നമ്മുടെ അത്യാവശ്യം ബന്ധുക്കളും അയലത്തുകാരും ഒക്കെ ഉള്ളായിരുന്നു. എല്ലാവരും വന്ന് ഞാൻ പിന്നെ ഒരുമാതിരി വെളുപ്പിനെ എണീറ്റല്ലേ പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാരെത്തി കേട്ടോ, സാധനമൊക്കെ ആയിട്ട്. അങ്ങനെ അവരെ വിളിച്ചിരുത്തി അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കനും റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു 11:30 ആയപ്പോഴാണ് അവർ വന്നു. അപ്പോൾ നമ്മൾ നേരെ അവരെ ഫുഡ് കഴിക്കാൻ കൊണ്ടിരുത്തു കേട്ടോ. പക്ഷേ ഈ വന്നവർ കൂടുതൽ പേരും കഴിച്ചത് ചോറായിരുന്നു. പക്ഷേ അവർ ചോറ് കഴിച്ചാലും, കാരണം അവർക്ക് അമ്പലത്തിൽ എന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ എന്നൊക്കെ കരുതി അവർ ചോറ് കഴിച്ചതും മിക്കവരും കേട്ടോ. പക്ഷേ നമ്മളെന്താ കഴിച്ചത്? നമ്മൾ ചിക്കൻ ബിരിയാണി വിട്ടൊരു കാര്യമില്ലല്ലോ. അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ ഞാൻ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. കണ്ടോ എൻ്റെ പ്ലേറ്റ് കണ്ടോ. അങ്ങനെ നമ്മൾ പോകാൻ റെഡിയായി കേട്ടോ. ഇത് എൻ്റെ കുരിപ്പിരിക്കുന്നുണ്ട് ഐസ്ക്രീം ഇതിനുണ്ട്. ആ മുന്നിൽ തന്നെ അവളിറങ്ങി. പിന്നെ നമുക്ക് വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു കുഞ്ഞു സന്തോഷം ഈ ചടങ്ങിലുണ്ടായിരിക്കുമല്ലോ. അതുമല്ല, ഇത് ഒരുപാട് ദൂരമല്ല. അതേ ഈ നടക്കാവുന്ന ദൂരമുള്ളൂ ഞങ്ങളുടെ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് വണ്ടിയിൽ പോകാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവളെ ടാറ്റയും പറഞ്ഞ് അവളെ പറഞ്ഞ് വിട്ടിട്ട് ഞങ്ങൾ വേറൊരു പ്രധാന ചടങ്ങുണ്ട്. ഇനിയാണ് അവൾ പോയി. പക്ഷെ ഇനിയാണ് വേറൊരു പ്രധാന ചടങ്ങ്. എന്താ? ഈ കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം വീതിച്ച് കൊടുക്കണ്ടേ നാട്ടുകാർക്കും ബന്ധുക്കാർക്കും, അയലത്തുകാർക്ക് മാത്രമല്ലല്ലോ, വിളിക്കാത്ത എല്ലാവർക്കും കൊടുക്കണ്ടേ. അങ്ങനെ അത് വീതിച്ച് തുടങ്ങി കേട്ടോ. അത് വീതിച്ച് എവിടൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് സെക്ഷൻ തിരിച്ച് എല്ലാം വെച്ചു കേട്ടോ. ബന്ധുക്കളൊക്കെ ഏറെക്കുറെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിത് വീതിച്ചു കൊടുക്കാനിരുന്നു കേട്ടോ. കാരണം വീതിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അതൊരു മടിയാവും. അങ്ങനെ ഇതൊക്കെ കേട്ടോ കൊണ്ടുവന്ന ഐറ്റംസ്. ഞാൻ പിന്നെ കൊടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ആ ജോലി അമ്മയുടെ ചേച്ചി ഏറ്റെടുത്ത കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ കൊടുക്കട്ടെ. ഓക്കെ, ബായ്.